ആരെയെ കാത്തുപ്പാണല്ലോ. സിസ്റ്ററിൽ നിന്ന് പോണ്ടേ? ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞു. ആരെയെ കാക്കുന്നേ? അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. ഇപ്പം എത്തും. നിങ്ങൾ ഈ വയസ്സാം കാലത്ത് അവരെ ആശുപത്രിയിലൊന്നും ആക്കണ്ട. നമ്മൾ മന്ത്രി ചോദ്യം വെള്ളം കൊടുത്താൽ മതി. ഈ ശ്വാസം മുട്ടൊക്കെ പമ്പടക്കും. ചിരിക്കണ്ട. എല്ലാ ശ്വാസം മുട്ടലല്ല. ചില പാതകൾ ഉള്ളിൽ കയറി ഒളിച്ച പല ലക്ഷണങ്ങളും കാണിക്കും. ചങ്ങലമാടം പോയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിൽ. ഈ പോക്കിന് ദീനം മാറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. അതിനെന്താ നോക്കാം. ദേ അവര് വന്നു തോന്നുന്നു. ഈ ഹിമാറാറിന ഇവനായിട്ട് വലിയ കൂട്ടൊന്നും വേണ്ട. കുഴപ്പമൊന്നുമില്ല, ആളുഷാറായി. ഇനി നല്ലോണം അങ്ങ് ആവി പിടിച്ചാൽ മതി. ഞാൻ ഗേറ്റ് ഓർക്കാം. കിടന്നു. എന്താ ഇത് വാങ്ങാനുള്ള പരിപാടിയുണ്ടോ? ഇത് അമ്മച്ചിയുടെ മുറിയാ? അല്ല, ഇത് എൻ്റെ മുറിയാ. അമ്മച്ചി ഇന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി. നല്ല മുറി, സ്റ്റാർ ഹോട്ടലൊക്കെ പോലെ ഉണ്ട്. ആ ബാബ, സ്റ്റാർ ഹോട്ടലൊക്കെ താമസിച്ചിട്ടുണ്ടോ? താമസിച്ചിട്ടൊന്നുമില്ല, പോയിട്ടൊക്കെ ഉണ്ട്. കണ്ടാൽ തന്നെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. എന്താ ഈ മുറി കണ്ടിട്ട് കിടന്നിറങ്ങാൻ തോന്നുന്നുണ്ടോ? വാവേ ഇരിക്കേ, ഞാൻ കുടിക്കാൻ വല്ല എടുക്കാം. ഒന്നുമില്ല, ഞാൻ പോട്ടെ. ഇരിക്കുവാവേ. എന്നെ പേടിയാണോ? പിന്നെ ഇഷ്ട? ഞാൻ പോയിട്ട് വരാം. ചൂടാ. എന്താ ഒട്ടിച്ചില്ലേ? സമരം ചർച്ചയൊക്കെ തീർന്നോ? ഒട്ടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ദേ അവരെന്തു പറഞ്ഞു? അവര് മാത്രമല്ല, അവരും പറഞ്ഞു. ഇവരൊക്കെ പറയാനും മാത്രം എന്തെന്നായാലും ഉള്ളത് കാണിച്ചേ. ഒരു പൊട്ടുന്ന സദാചാരം. ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ട്? ഞാൻ പറഞ്ഞിട്ട് നീ ഒട്ടിക്കണ്ട. ഇനി എല്ലാരും കൂടെ എൻ്റെ മേക്കിട്ട് തീർന്നു. ഞാനിപ്പോ കവലയിൽ വന്നോളൂ. കഴിഞ്ഞില്ലേ? ഒരു ഗ്ലാസ് കൂടി ഉണ്ട്. ഹോട്ടലിലാക്കണം. ഹലോ, മതി. അവിടെ വാ പറഞ്ഞാലേ നാളെ നീ പോസ്റ്ററാവും. പിന്നെ അതൊട്ടിക്കാൻ ഞാൻ നടക്കേണ്ടി വരും. വാവേ ഇവിടെ വാടാ, ഒരു അത്യാവശ്യം ഉണ്ടോ? അവന് വല്ല മൈൻഡോട്ട് നോക്കിയേ. കവലയിൽ നിന്ന് ആരെല്ലാം പറഞ്ഞെന്നറിയോ? ചന്ദ്രനെ തല്ലാൻ എളുപ്പമാണല്ലോ. അവൻ ആവശ്യമില്ലാതെ ഒന്നിനും പോകാറില്ല. ചന്ദ്രനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. കാരണം ഉണ്ടെങ്കിൽ തല്ലാൻ ഇവനാരി? ഇവിടുത്തെ എസ് ഐ. ആ മാപ്പിള ചെറുക്കൻ ആരാണ്ട പിടിച്ച് തള്ളിയതിന് ഇവനെന്ത്? എന്തായാലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. വെറുതെ അമ്മയെ പറഞ്ഞ് ഭ്രാന്താക്കണ്ട. നിന്നോട് കൂടി തന്നെയാ പറഞ്ഞേ. ചന്ദ്രനെ തല്ലിയാണോ അച്ഛൻ്റെ പ്രശ്നം? എളുപ്പമായോണ്ട് തല്ലിയല്ല, അവൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും തല്ലും. അതന്നെ നല്ലനും പറഞ്ഞേ. നീ അവന്റെ കൂടെ കൂടി ആകെ വഷളായിരുന്നു. അച്ഛനും അങ്ങനെ തന്നെയല്ലേ പറയണത്. ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ മാപ്പിള ചക്കൻ അടി കൊണ്ടാലും എന്താന്ന്? അവൻ എൻ്റെ നല്ല കൂട്ടുകാരനാ. ആവശ്യമില്ലാണ്ട് അവൻ്റെ തോളിൽ കയറണ്ട. നാട്ടിൽ നീ മാത്രമല്ല, വേറെ ഉണ്ട് ചോദിക്കാൻ ത്രാണിയുള്ളവർ. വേറെ ഉണ്ട് ചോദിക്കാനല്ല, തമ്മിലടുപ്പിച്ച് കാഴ്ചയാണ്. ഒന്ന് സ്വൈര്യം താച്ചാ. ഞാൻ പറഞ്ഞില്ലേ ഒരു തല്ലുകൊടുത്ത കാര്യം. എന്തിനാ തല്ലുണ്ടാക്കാൻ പോണേ? നീ എന്നെ നല്ല കുട്ടിയല്ലേ? പിന്നെ തല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ ഒരാളെ ഇതിന്റെ പേരും പറഞ്ഞപ്പോ വീട്ടിൽ സ്വസ്ഥതയില്ല.
അച്ഛന്റെ മുഖത്ത് നോക്കണ്ട, ചീത്ത വിളിയാ. സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ നീങ്ങുവാ. അച്ഛൻ്റെ മുഖത്ത് നോക്കണ്ട, എൻ്റെ മുഖത്ത് നോക്കിയിരിക്കാം. ഞാനങ്ങോട്ട് വരുവേ, പിന്നെ എന്നോട് ഇറങ്ങി പോവാൻ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങ് വാ. വന്നിട്ട് 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 മുഖത്ത് നോക്കിയിരിക്കും. ചിരിക്കണ്ട, എങ്ങനെ വരും അത് പറ. എനിക്ക് വിശപ്പില്ലമ്മേ, അമ്മ കിടന്നോ? അവന്റെ വിശപ്പ് കിട്ടു കാണും. നിങ്ങൾ ഒരുത്തനാ അവൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ പട്ടിണി കിട്ടുന്നത്. അമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടുണ്ട്. ഉറങ്ങുമ്പോൾ 2-3 മണിയോ, എഴുന്നേക്കാൻ വൈകും. നീ വെളുപ്പിന് വാ. അല്ല, രാവിലെ ഞാൻ വീട്ടിലെന്ത് പറയും? എന്താടാ വാവേ, ചോറ് വേണോ? ഒന്നുമില്ല, അമ്മ കിടന്നോ? പിന്നെന്താടാ? ഞാൻ ഒരു പാട്ട് കേൾക്കുക. ഞാൻ കേട്ടുമല്ല. ഒരു കാര്യം ചെയ്യ്, വലിയ കളിക്കാരനല്ലേ, രാവിലെ ഓടാനും ചടാനും ഒക്കെ പോവാറില്ലേ? നാളെ കുറച്ച് നേരത്തെ ഇറങ്ങ്, ഒരു 4 മണിക്ക്. ഞാൻ രാവിലെ പോവാറില്ല, വൈകിട്ടാണ് ജിമ്മിൽ പോവാ. നാളെ മുതൽ ഓടാൻ പോണോ? ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടാ കുട്ടന്മാരിപ്പോ പൊട്ടനായ? ഓടാനായി ഇറങ്ങി ഇങ്ങ് വരണം. ഞാൻ ഗേറ്റ് പൂട്ടില്ല, അകത്തേക്ക് കയറി ഒരു മിസ് കോൾ ചെയ്താൽ മതി. വരണേ. വരാം. അമ്മ, ഞാൻ നാളെ രാവിലെ ഓടാൻ പോവും 4 മണിക്ക്. നീ ഇപ്പോഴേ പോകും, ഉറങ്ങാനും സമ്മതിക്കൂല. സുബൈക്ക് ബാങ്ക് കേട്ട എന്നൊക്കെത്താണ് ഇപ്പൊ എൻ്റെ അകത്ത് കയറിയിരിക്കണം. ഇന്നലെ ബാക്കിയെന്ന് എല്ലാം കൂടി വലിച്ചൊരു കയറ്റുമ്പോൾ ആലോചിക്കണോർക്കും. ഇവനെ കൊണ്ടുള്ള ഇടങ്ങേറ് അപ്പൊ നീയല്ലേ ഇതിന്റെ അകത്ത്? ഞാനെങ്ങനെ അതിൻ്റെ അകത്ത്? പിന്നെ ആളുണ്ട് ഇതിൻ്റെ അകത്ത് ആ ആരാ? ആരാകത്ത്? ഇതിൻ്റെ അകത്ത് ആരാ? കൂട്ടിയിരിക്കാണല്ലോ. മൊസേരി വീട്ടിൽ പോയില്ലേ? ആരാ ഇതിൻ്റെ അകത്ത്? ആരാ? എന്താ മിണ്ടാത്ത? എന്താ ഇതിൻ്റെ അകത്ത് ആരാന്ന്?
ഹലോ ഒന്ന് വാങ്ങുന്നത് അല്ലാ ഇത് പ്രശ്നം എടാ വലിച്ചു പിടിക്കടാ വലിച്ചു പിടിക്ക് വലിച്ചു പിടിച്ചോട്ടാ ഹലോ പള്ളിക്കാത്തോ പിടിച്ചോ ബഹളം ഉണ്ടാക്കാതിരിക്ക്. ആരും അവിവേകമൊന്നും കാണിക്കരുത്. നമുക്ക് ആദ്യം ആരാണെന്ന് നോക്കാം. വല്ല പൊട്ടന വട്ടാണെങ്കിലോ അതൊന്നും ആയിരിക്കില്ല ഉസ്താദേ. അതൊന്നല്ല, വേറെ ആരോ മലപ്പുറം ഒന്ന് സൂക്ഷിച്ചോ. വല്ല കത്തിയോ തോക്കാൻ പറ്റാ കാണും. അതൊന്നും ഉണ്ടാവില്ല, പറയാൻ പറ്റത്തില്ല, ചിലപ്പോ കാണും. ആ മുജീബത്തി ഇതിന്റെ അകത്താണ്. ഇറങ്ങി വേടാ, അല്ലെങ്കിൽ ചവിട്ടി തുറക്കും ഞാൻ. മിണ്ടല്ലേ, തുറക്കുന്നുണ്ട്. ഇവനോ? അല്ലാ ഈ പന്നിയാർന്ന എന്താടാ പള്ളിക്കകത്ത് നിനക്ക് കാര്യം പറയടാ.